പഞ്ചായത്ത് അംഗം ശ്രീ ജനാർദ്ദനൻ കൂടി ചേരുന്നുണ്ട്. താങ്കൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു ധാരണയുണ്ടായിരുന്നു, ഈ കുടുംബത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ധാരണയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വരുമ്പോൾ ആ വീട്ടുകാർക്ക് നിയമപരമായിട്ട് ഏത് രീതിയിലാണ് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നത്? നേരത്തെ അങ്ങനെ എനക്ക് ധാരണ ഉണ്ടായിട്ടില്ല. പക്ഷെ വീട്ടുകാർക്ക് 2 വർഷമായിട്ട് അങ്ങനെ ഉണ്ട്. 2 വർഷത്തിലധികമായി ഭർത്താവിന്റെ കുടുംബമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നു. ഭർത്താവിന്റെ പേരിലും ഭർത്താവിന്റെ അമ്മയുടെ പേരിലും ഭർത്താവിന്റെ കുടുംബാംഗങ്ങളുടെ പേരിലെല്ലാം കുട്ടി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു പിണങ്ങി താമസിക്കുന്നത് 2 വർഷത്തിലധികമായിട്ട് കുട്ടിയുടെ വീട്ടിലാണ്. ഈ ഇതിലാരെങ്കിലും, അതായത് ജനപ്രതിനിധി എന്നുള്ള രീതിയിലൊക്കെ താങ്കൾക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ? നേരത്തെ ഉണ്ടായിട്ടില്ല. ഇപ്പം കുട്ടിയുടെ മരണശേഷം അന്ന് ഇങ്ങനെ കുട്ടി അവിടുന്ന് മിസ്സായ സമയത്താണ് പോലീസാണ് ഞങ്ങളെ ഇവർ അറിയിക്കുന്നത്. പോലീസ് ആ കുട്ടി പോയ ബൈക്ക് ട്രേസ് ചെയ്തിട്ട് രാത്രി 12 മണിക്കാണ് പോലീസ് ഞങ്ങളെ ഇവർ അറിയിക്കുന്നത്. അങ്ങനെ ഈ കമൽരാജിന്റെ കുടുംബത്തെ അറിയാവുന്നതാണോ? കമൽരാജിന്റെ കുടുംബത്തെ താങ്കൾക്ക് അറിയാവുന്നതാണോ? ഇല്ല, കമൽരാജിന്റെ കുടുംബത്തെ കുറിച്ച് എനിക്കറിയില്ല. താങ്കളോട് സംസാരിച്ചിരുന്നു, എങ്ങനെയാണ് നിയമപരമായിട്ട് ഏത് രീതിയിലായിരിക്കണം മുന്നോട്ട് പോവുക എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നോ? നിയമപരമായിട്ട് കുട്ടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ പീഡനം ഏൽക്കേണ്ടി വന്നത് തന്നെ ഈ കമൽരാജിന്റെ കുടുംബത്തിന് പരമാവധി ശിക്ഷമായി കൊടുക്കണം എന്നെല്ലാം അവർക്ക് ഈ കുട്ടിയുടെ വീട്ടുകാർക്കുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയണമെങ്കിൽ അവിടുത്തെ പാർട്ടി CPM-ന്റെ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഒരു SK വിനോദിന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. നിങ്ങൾ അവരെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയും. ആ പ്രദേശത്തെയാണ്. ഓക്കെ, ശരി. താങ്കളെ കോൺടാക്ട് ചെയ്യാം ശ്രീ ജനാർദ്ദൻ. നന്ദി ഇത്രയും കാര്യങ്ങൾ